മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്പളങ്ങി യൂണിറ്റിന്റെ 40ാമത് വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്പളങ്ങി യൂണിറ്റിന്റെ 40ാമത് വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും മെയ് 28-ാം തീയതി വ്യാഴാഴ്ച കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് പാരിഷ് ഹാളിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ.വി. തമ്പിയുടെ അധ്യക്ഷതയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് പി.സി. ജേക്കബ് പൊതുസമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനാ പ്രസ്ഥാനമായിട്ട് വളർന്നു കഴിഞ്ഞു. ഏത് രാഷ്ട്രീയ പാർട്ടിയേക്കാൾ വലിയൊരു പ്രാതിനിധ്യം നമുക്കുണ്ട് ഈ സംസ്ഥാനത്ത്. കേരളത്തിലെ വ്യാപാരി എന്ന് പറഞ്ഞാൽ ഒത്തിരി സേവനങ്ങൾ കൊടുക്കുന്ന, ഒത്തിരി സാമ്പത്തികം കൊടുക്കുന്ന, ഒത്തിരി ചാരിറ്റി വർക്കുകൾ ചെയ്തൊരു സംഘടന. അത് 55,000 കച്ചവടക്കാരുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്ന് കേരളത്തിൽ ഒരു 10.5 ലക്ഷം വരുന്ന വ്യാപാരി കൂട്ടമുണ്ട്. 4,200 യൂണിറ്റുകളിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ലയിച്ചു കിടക്കുന്ന യൂണിറ്റുകൾ, 10.5 ലക്ഷം വ്യാപാരികളും അവരുടെ തൊഴിലാളികളും, 3 ഇരട്ടി തൊഴിലാളികളാണ് അവിടെ കണക്കാക്കുന്നത്. 3 ഇരട്ടി തൊഴിലാളികൾ, അത്ര തന്നെ അല്ലെങ്കിൽ അതിലും കൂടുതൽ വരുന്ന സ്വതന്ത്ര തൊഴിലാളികൾ, നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. സ്വതന്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന കയറ്റുമതി, ട്രാൻസ്പോർട്ടിങ്, പാക്കിങ്, വിതരണ, വ്യത്യസ്തമായ മേഖലകളിൽ പണിയെടുക്കുന്ന നമ്മുടെ തൊഴിലാളികളുടെ അത്ര തന്നെ അതിൽ കുറയാത്തൊരു അംഗസംഖ്യയുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ കേരളത്തിലെ 1.5 കോടിയിലേറെ ജനങ്ങൾ സ്വതന്ത്രമായി തൊഴിൽ ചെയ്ത് ഉപജീവനമാർഗം നടത്തുന്ന കേരളത്തിലെ ഏറ്റവും തൊഴിൽദായക മേഖല കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ. കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരിയും കുമ്പളങ്ങി പഞ്ചായത്ത് സെക്രട്ടറി പ്രീതിയും ചേർന്ന് SLC +2 വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. വ്യാപാരികൾ സജീവമായി രംഗത്ത് വരുമ്പോഴാണ് പലപ്പോഴും നാടുണർന്ന് പ്രവർത്തിക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ചതിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം പറഞ്ഞു, ചെറുകിട വ്യാപാരികളായിരുന്നു നമ്മുടെ നാടിന്റെ ഒരു ശക്തി. ഇന്ന് വലിയ വലിയ കോർപ്പറേറ്റുകൾ വരുമ്പോൾ ചെറിയ കച്ചവടക്കാർ എങ്ങനെയെങ്കിലും നിലനിൽക്കുന്നതിനുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നാടിന്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ചെറുകിട കച്ചവടക്കാരും വ്യാപാരികൾ അടക്കമുള്ളവരാണ്. എന്റെ മുന്നിലിരിക്കുന്നവരിൽ വളരെ വിരലിൽ എണ്ണാവുന്നതിലൊഴിച്ച് ബാക്കി മുഴുവൻ എനിക്ക് മുഖപരിചയമുള്ള ആളുകളാണ്. മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാകുമ്പോൾ തന്നെയാണ് സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതലുള്ള ആളുകളായതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ കുമ്പളങ്ങി പഞ്ചായത്തിന് ഏറ്റവും വികസനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളുടെ അവർക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാകണമെന്ന് തന്നെയാണ് പഞ്ചായത്തിന്റെ ആഗ്രഹം. ചില സമയങ്ങളിലൊക്കെ നിയമപ്രശ്നങ്ങൾ മൂലം ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരാറുണ്ട്. അപ്പോഴും തമ്പിച്ചേട്ടൻ ഇവിടെ, ഞാൻ ഏത് പഞ്ചായത്തിൽ ഇരിക്കുമ്പോഴാണെങ്കിലും വ്യാപാരി വ്യവസായികളുമായി വളരെ നല്ല അടുപ്പം തന്നെ വെച്ച് പുലർത്താറുണ്ട്. ചില സമയത്തൊക്കെ ഞങ്ങൾക്കും ബുദ്ധിമുട്ട് വരാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ എന്ത് പ്രശ്നം വന്നാലും ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തമ്പിച്ചേട്ടൻ വിളിക്കും. ഏറ്റവും കൂടുതൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഫോൺ വിളി മിക്ക ദിവസവും ഉണ്ടാവാറുള്ളത് തമ്പിച്ചേട്ടൻ തന്നെയാണ്. അപ്പൊ അത്ര നല്ലൊരു ബന്ധം തമ്പിച്ചേട്ടനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പരിപാടിക്ക് എനിക്ക് വയ്യാതെ തിരിക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞു. വർണ്ണാധികാരിയായ ജില്ലാ വൈസ് പ്രസിഡന്റ് MC പോൾസന്റെ മേൽനോട്ടത്തിൽ നടത്തിയ തിരഞ്ഞെടുപ്പിൽ കെ.വി. തമ്പിയെ യൂണിറ്റ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. MBBS, PhD, LLB പരീക്ഷയിൽ വിജയിച്ച വ്യാപാരികളുടെ മക്കളെ പൊതുയോഗത്തിൽ ആദരിച്ചു. കൊച്ചി മണ്ഡലം പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ, കൊച്ചി മണ്ഡലം സെക്രട്ടറി AS യേശുദാസ്, യൂണിറ്റ് ഭാരവാഹികളായ TG സൗമിത്രൻ, നെൽസൺ മട്ടമൽ, KP അഗസ്റ്റിൻ, PD ഷിജിത്ത്, നൂഷ്യ ഷാജി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രശസ്ത സിനിമാ താരം സാജൻ പള്ളുരുത്തി കലാപരിപാടികൾ ചടങ്ങിൽ അവതരിപ്പിച്ചു.
ഞാൻ മനസ്സിലാക്കിയത് കുമ്പളങ്ങിയിലെ വ്യാപാരികളുടെ ഒരു ഉത്സവം. നമുക്കറിയാം, നമ്മൾ ഓരോ വാർഷിക പൊതുവും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാർഷിക പൊതുയോഗത്തിന് അടുത്തു വരുമ്പോൾ തന്നെ ആളുകൾ ഒരു 2 മാസം 3 മാസം മുമ്പേ പറയും നമ്മുടെ വാർഷിക പൊതുവ് ആയില്ലേ എന്നിവിടെ ചോദിക്കാൻ പോകും. കാരണം ആളുകൾ അത്ര സന്തോഷത്തോടെ സ്വീകരിക്കുന്ന, ആളുകൾക്ക് അത്ര ഒരു ഉത്സാഹമായിട്ട് കൂടിച്ചേരാൻ ഇഷ്ടമുള്ള ആളുകളാണ് നമ്മുടെ വാർഷിക പൊതുയോഗം എന്ന് പറഞ്ഞാൽ. അതുപോലെയാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ ഒരു കണക്ക് അവതരിപ്പിച്ച് റിപ്പോർട്ട് വാങ്ങുക മാത്രമല്ല, അതോടൊപ്പം നമ്മൾ ഒരു കലാപരിപാടി ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ നമ്മുടെ യൂണിറ്റ് അംഗങ്ങൾക്ക് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ചില സമയങ്ങളിൽ ഫുൾ ടൈം ഒരു ദിവസത്തെ പരിപാടിയാണ്. നമുക്കറിയാം ഇപ്പൊ കച്ചവടമൊക്കെ മോശമാണ്, അതുകൊണ്ട് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കണ്ട, നമുക്കൊരു ഉച്ചയ്ക്ക് ശേഷം മതി എന്ന് വെച്ചിട്ട്. അപ്പൊ നമ്മുടെ 40ാമത്തെ വാർഷിക പൊതുവിന്റെ വിളംബരയാതോടുകൂടിയുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ വാർഷിക പൊതുവത്തിൽ ഏതാണ്ട് ഒരു 80% ആളുകളുടെ ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.